ആൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു അത്ഭുത പ്രതിഭാസത്തെ കുറിച്ച് കേൾക്കുകയും ചെയ്യാം, കാണുകയും ചെയ്യാം. കൂണുണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നിയപ്പോ കൂടുള്ള കുട്ടി പറഞ്ഞു, മിണ്ടാതെ പോയി ശബ്ദം ഉണ്ടാക്കണ്ടാന്ന്. നോക്കുമ്പോ മുറ്റത്ത് നിറയെ കൂണുകള്. വർഷകാലത്ത് കൂണിടി പൊട്ടുമ്പോൾ കിട്ടുന്ന കൂണ് മിണ്ടാതെ പറിക്കണം. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണല്ലോ അതില്ലേ. ശരിക്കും കൂൺ ശബ്ദം കേൾക്കുന്നുണ്ടോ? ശാസ്ത്രീയമായൊന്ന് ചിന്തിച്ചാല് കൂൺ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു സൂക്ഷ്മത ഉണ്ട്. എന്തായാലും കൂൺ പറിക്കുമ്പോൾ ശബ്ദം ഒഴിവാക്കുന്നത് നമ്മുടെ ശ്രദ്ധ കൂട്ടും. വിഷക്കൂണുകൾ ഒഴിവാക്കാൻ ഇത് നല്ലതാണ്. കൂൺ അടിഭാഗത്ത് നിന്നും മുറിച്ചെടുക്കുക, വലിച്ചു പറിക്കരുത്. കൂണിടി പൊട്ടൽ എന്നത് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ അറിയപ്പെടുന്ന ഒരു സംഭവമാണല്ലോ. എല്ലാ വർഷവും ഒരു പ്രത്യേക സമയത്ത്, പ്രത്യേകിച്ച് വർഷകാലത്തിന്റെ തുടക്കത്തിലും ഇടയിലും വെയിൽ വരുമ്പോൾ ധാരാളം കൂണുകൾ ഒരുമിച്ചുണ്ടാകുന്നു. വല്ലാതെ വലിച്ച് കുത്തിക്കുഴിച്ച് പറിക്കരുത്. ഇതുപോലെ പതുക്കെ പറിക്കുക. കുറച്ചു ഭാഗം മണ്ണിനടിയിൽ തന്നെ കിടന്നോട്ടെ. നമ്മുടെ മുറ്റത്തും തൊടിയിലും നെൽവയലുകളിലും പുൽമേടുകളിലും പറമ്പുകളിലും ധാരാളം കൂണുകൾ ഒരുമിച്ച് പെട്ടെന്നുണ്ടാകുന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നെയ്ത്തോലക്കൂൺ, പുള്ളിക്കൂൺ, പൂഴിക്കൂൺ, മണ്ണിലൻ എന്നിവയുണ്ട്. കഴിക്കാൻ പറ്റാത്ത വിഷക്കൂണുകളും ഉണ്ടാകാം. ഒരിക്കലും നിങ്ങൾ പരിചയമില്ലാത്ത കൂണെടുത്ത് കഴിക്കരുത്. കൂൺ പൊട്ടുന്ന അന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കേണ്ടതാണ്. ഇനി നമുക്ക് കൂണിടി പൊട്ടുമ്പോൾ എങ്ങനെയാണ് കൂൺ ഉണ്ടാകുന്നതെന്ന് കൂടി നോക്കാം. വർഷകാലത്ത് നല്ല മഴയുണ്ടാകുമ്പോൾ ഈ മഴ ഭൂമിയെ നന്നായി നനയ്ക്കുകയും തണുപ്പിക്കുകയും ചെയ്യും. മഴയ്ക്ക് ശേഷം ഉയർന്ന താപനിലയും ഈർപ്പമുള്ള കാലാവസ്ഥയും കൂണുകൾക്ക് അനുയോജ്യമാണ്. ഈ ചൂടും ഈർപ്പവും കൂണുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഭൂമിയിലെ മൈസീലിയമാണ് കൂൺ. കൂണുകൾ വർഷത്തിലുടനീളം ഭൂമിക്കടിയിൽ മൈസീലിയം അഥവാ വേര് പോലുള്ള നാര് രൂപത്തിൽ ജീവിക്കുന്നു. അനുയോജ്യമായ കാലാവസ്ഥ, അതായത് ആദ്യ മഴ, പിന്നെ ചൂട്, ഈർപ്പം എന്നിവ ലഭിക്കുമ്പോൾ ഈ മൈസീലിയം പെട്ടെന്ന് പുറത്തേക്ക് വന്ന് നമ്മൾ കാണുന്ന കൂണുകളാകും. ഇടിവെട്ടുമ്പോൾ ഭൂമിക്ക് ഒരു ഇളക്കം കൂടി കിട്ടുന്നുണ്ട്. അതും കൂടി ഇതിന് അനുയോജ്യമാണ്. ഇതാണ് ഇടിപൊട്ടുമ്പോൾ കൂൺ പൊടിയും എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ നമ്മുടെ മുറ്റം, തൊടി, വയൽ തുടങ്ങിയ സ്ഥലങ്ങൾ പഴയ ചപ്പുചവറുകളും വളം, ജൈവപദാർത്ഥങ്ങൾ എന്നിവ കൊണ്ട് നിറഞ്ഞതാണ്. ഇത് കൂണുകൾക്ക് ആവശ്യമായ പോഷകം കൂടി നൽകുന്നു. മെയ് ലാസ്റ്റ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് കൂണുകൾ ഇടക്കിടക്ക് ഉണ്ടാകാറുള്ളത്. കുറച്ചു ദിവസം മഴ തോരാതെ നിന്ന് പിന്നെ വെയിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കൂണ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന്. അപ്പോ നമ്മുടെ നാട്ടിലൊക്കെ കൂൺ പൊട്ടുന്ന കാലത്ത് രാവിലെ കൂൺ തിരഞ്ഞു പോകാറുണ്ട്. എന്തൊരു സന്തോഷമായിരിക്കല്ലേ കൂണ് കാണുമ്പോൾ. കൂണിടി പൊട്ടൽ എന്നത് വർഷത്തിന്റെ തുടക്കത്തിലെ ആദ്യത്തെ ശക്തമായ മഴയും ഉയർന്ന താപനിലയും ഉയർന്ന ഈർപ്പവും ചേർന്ന് ഭൂമിക്കടിയിലെ മൈസീലിയത്തിന് വേഗത്തിൽ ഫലപ്രദമായ ശരീരങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമാക്കുന്ന ഒരു അത്ഭുതകരമായ പ്രകൃതിദത്ത പ്രതിഭാസമാണ്. ഇടിവെട്ടുമ്പോൾ ഭൂമിക്കുണ്ടാകുന്ന ഇളക്കവും ഇതിനെ സഹായിക്കും. പിന്നെ മറ്റൊരു കൂണുണ്ട്, വൈക്കോൽ കൂണ്. ഇത് കണ്ടോ, വിരിഞ്ഞത് വൈറ്റും അതിന്റെ കാലും വൈറ്റ്, അതിന്റെ മുകൾ ഭാഗം കുറച്ചൊരു ആഷ് കളർ. നാടൻ കൂൺ എപ്പോഴും നാടൻ രീതിയിൽ വെക്കണം, അപ്പോഴേ അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടൂ. മിണ്ടിയ കുഴപ്പമൊന്നുമില്ല. കൂണ് നമ്മൾ ശ്രദ്ധിച്ച് പറിക്കണം, അതിന്റെ മൈസീലിയം നശിപ്പിക്കാതെ, അത്രേ ഉള്ളൂ.